പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. Welcome back to our channel. Updated new version designs. Scientific designing. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഡി സിമെൻറ്റിനെ കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഡി സിമെൻറ്റിൻ്റെ ഒരു വർക്കാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള മെറ്റീരിയലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടിയിടാത്ത ഭിത്തിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഡി സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു ഇത് കണ്ട നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോണില്ല, അത്രയും കണ്ട ഇതിങ്ങനെ ഇരിക്കും ഈ സിമെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ്. കാരണം നമ്മളിത് പുട്ടിയിടാത്ത വാളിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കയ്യിൽ നിന്ന് നമുക്ക് വിട്ടു പോരില്ല, അത്രയും ടൈറ്റിലാണ് ഈ പ്രൊഡക്റ്റ് തന്നെ. മാത്രമല്ല ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളൊരു പഞ്ഞിയിലൊക്കെ ഇങ്ങനെ ഇട്ട് ഇളക്കൂലേ, അതേ ഫീലാണ്. അത്രയും ആ ഒരു എന്താ പറയുക, അതിന് അത്രയും ആ തിക്നെസ്സിലൊക്കെ അത്രയും കുറവുണ്ടെന്നുള്ളത് അതിനർത്ഥം തന്നെയാണ്. പിന്നെ ഇത് ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് വലിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിളായിട്ട് നന്നായിട്ട് പോരും. അതിനനുസരിച്ച് നമുക്ക് ഏരിയ കവർ ചെയ്യാനും പറ്റും. ഉണങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു ഇത് കണ്ട ആ ഒരു സംഭവമാണ് അത് വന്നത്. പക്ഷേ ഇത് ഉണങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ സാധാരണ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ആ പറ്റി പിടിക്കുന്നത് കുറേ കഴിയുമ്പോൾ അവിടെ കിടന്ന് ഉണങ്ങും. പക്ഷേ ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ആ സാധനം പൊടിച്ച് നമുക്കതിൽ മിക്സ് ചെയ്ത് കളയാം. അപ്പോൾ വേസ്റ്റേജ് സീറോയാണ് ഇതിൽ വരുന്നത്. ഈ പല ആൾക്കാരും പുട്ടിയിടാത്ത ഭിത്തിയിലൊക്കെ ഈ ഇതുപോലെ സിമെൻറ്റ് എഫക്റ്റ് ഫീൽ വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്മെല്ല് എല്ലാ പ്രൊഡക്റ്റും സ്മെല്ലുണ്ട്, പക്ഷേ ഇതിന് സ്മെല്ലുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കും നമ്മൾ മറ്റേ ഈ വാട്ടർ പ്രൂഫൊക്കെ ചെയ്യില്ലേ, ആ ഒരു കോമ്പൗണ്ടിൻ്റെ സ്മെല്ല്. അപ്പോൾ ചിലപ്പോൾ അത്രയും കെമിക്കൽസിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാവും. ഞാൻ കൈയിട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് വിചാരിക്കരുന്ന, കാരണം ഞാനിതൊന്ന് ഇതിൻ്റെ ആ സ്മൂത്ത്നെസ് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോഴുള്ള സ്മൂത്ത്നെസ് അറിയാൻ വേണ്ടി ഒന്ന് കൈയിട്ടാണ്. എല്ലാവരും ഡ്രില്ല് വെച്ച് തന്നെ മിക്സ് ചെയ്യുക, മാക്സിമം മിക്സ് ചെയ്താണ് സാധനം വരുന്നത്. വൈറ്റ് കോമ്പൗണ്ട് അല്ല കേട്ടോ, ഇത് ഗ്രേ കോമ്പൗണ്ട്. അവർ കുറച്ച് കളേഴ്സേ ഉള്ളൂ, കാരണം പ്രീമിയം കളേഴ്സുകൾ മാത്രം അവർ പ്രൊമോട്ട് ചെയ്യണുള്ളൂ എക്സ്റ്റീരിയറിൽ. കാരണം കളറൊന്നും ആവശ്യമില്ലല്ലോ, സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് സ്റ്റെയിനർ ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സ്റ്റെയിനർ ആഡ് ചെയ്യാം. സ്റ്റെയിനർ ആഡ് ചെയ്ത് കളർ മാറി. ഇതിൻ്റെ ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കളറൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കളറൊക്കെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകാം. വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് തിരഞ്ഞെടുത്തേക്കുന്നത് ഒരു കിണറാണ് കേട്ടോ. കിണറെന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഓക്കെയാണ്, ബാക്കി രണ്ട് സൈഡും അത്യാവശ്യം റഫൊക്കെ അടിച്ച് കിടക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ ഈ ഒരു കിണറിൽ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതും പുട്ടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് പരീക്ഷിച്ച് നോക്കാം. കാരണം എപ്പോഴും കുറച്ച് ഹാർഡായിട്ടുള്ള പരീക്ഷിച്ച് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് പേപ്പറൊക്കെ പിടിച്ച് ഒന്ന് സ്മൂത്താക്കി നല്ല അടിപൊളിയാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ തരിയരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയണം. ചുമ്മാ വെറുതെ നമ്മളതൊന്ന് കയറ്റിയടിച്ചിട്ട് കാര്യമില്ല. തരിയരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കളഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയാവും. അത്യാവശ്യം ബബിൾസും തുളകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭിത്തിയാണ്. ഈ ഒരു ഫ്രൈഡിനെ ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ തേച്ചേക്കുന്നത്. ബാക്കിയുള്ള ആ ഒരു ചുറ്റി വരുന്ന സൈഡ് മൊത്തം വളരെ മോശമാണ്. എന്നാൽ നമുക്ക് പ്രൊഡക്റ്റ് ഇട്ട് നോക്കാം, എത്രത്തോളം അത് ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സംഭവം എനിക്ക് കണ്ടിട്ട് പോകുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് പോകുന്നതാണ്. കാരണം ഇടുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാട്ടെ. കാരണം നമുക്ക് ആ സിമെൻറ്റ് ടെക്സ്റ്റർ ഇടേണ്ട ഫീലല്ല ഈ ഒരു പ്രൊഡക്റ്റ് ഇടുമ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം വേറിട്ടൊരു രീതിയിൽ തന്നെയാണ്. അതുമാത്രമല്ല ഇടിഞ്ഞ് വീഴാനുള്ള ഇങ്ങനെ ഞരമ്പും വളരെ കുറവായിട്ട് വെക്കണം. ഒരു തിക്ക് ലെയറിൽ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം കവറേജും കാര്യങ്ങളും വരുന്നുണ്ട്. തേപ്പെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ബ്രഷ് വെച്ച് വരച്ചതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം രീതിയിൽ അതൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാളായിരിക്കും ഏറ്റവും നല്ലത്. അപ്പുറത്തെ സൈഡിലോട്ടും അത്യാവശ്യം വലിച്ചിടേണ്ടി വരും. മേൾ ഭാഗവും ഈ ഒരു പ്രതലം മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഇതുള്ളത്. ഇടാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ഒരു 10,000 പ്രാവശ്യം ഇട്ടിട്ട് അതിന് മുകളിലിട്ട് വലിക്കരുത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വലിച്ചിട്ട് തീർക്കാൻ നോക്കണം. ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു 5-8 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ ഏത് മെറ്റീരിയലും തീർത്തിങ്ങോട്ട് പോരും. അപ്പോൾ അത്രയും കുറേ നേരോട്ട് വലിക്കാനുള്ള ഇട വരുത്താതെ പെട്ടെന്ന് ഇട്ട് പോകാൻ നോക്കുക. വളരെ മോശമുണ്ട് ഭിത്തി, വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വെറുതെ ഒന്ന് അടിച്ച് തേച്ചാണ് പോയിട്ടുള്ളൂ. എഡ്ജസ് ഒന്നും വളരെ കറക്റ്റേ അല്ല, എഡ്ജസൊക്കെ കണ്ടില്ലേ. എന്നാലും ഇടാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഇതങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണില്ല. ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് ഇടാൻ പറ്റുന്നുണ്ട്. ഉള്ളിലോട്ട് ഇറങ്ങിപ്പോണ്ട്, തുളകളുടെ ഉള്ളിലോട്ടൊക്കെ മെറ്റീരിയൽ ഇറങ്ങിപ്പോണ്ട്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല മെറ്റീരിയൽസും നമ്മൾ ഇടുന്ന സമയത്ത് തുളകളൊക്കെ ഉണ്ടെങ്കിൽ ബബിൾസ് അടിച്ച് പുറത്തോട്ട് തള്ളി വരും. ഇതങ്ങനെ ബബിൾസ് അടിച്ച് പുറത്തോട്ട് തള്ളി വരുന്നില്ല. അതെനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്ത്, അതാണ് ഏറ്റവും പ്രശ്നം. കാരണം ഈ ബബിളൊന്ന് പൊട്ടി തുള പിന്നെ പൊങ്ങി വന്ന് ബബിളിന്, കാരണം ആ മെറ്റീരിയൽ അത്രയും
തിക്ക് കയറ്റിയിടാൻ പറ്റില്ല എന്നുള്ളതാണ് ആ മെറ്റീരിയൽ കാണിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളിലോട്ട് കവർ ചെയ്ത് പോവുകയാണ്. ഉള്ളിലോട്ട് ഇറങ്ങി പോയി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ ബബിളൊന്നുമില്ല, ഉള്ളിലോട്ട് ഇറങ്ങി പോയിട്ടുള്ളൂ. പിന്നെ ഇടണേന് ഞാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ച്, ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു സംഭവത്തിൽ ഇടുമ്പോൾ, അത് ഇത്രയും നല്ല മെറ്റീരിയൽ ഇടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അലമ്പോ ആകോ, വീഡിയോ എടുക്കണമുണ്ടല്ലോ. പക്ഷേ ഫസ്റ്റ് ലെയറൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ വലിച്ചിട്ട്, മേൽഭാഗമൊക്കെ വലിച്ചിട്ട്, മൂലയൊക്കെ അത്യാവശ്യം ഞാൻ മൂലയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ആ തടിപ്പുകൾ കാണുന്നത്. ആ പ്രത്യേകത എന്താ തോന്നിയെന്ന് വെച്ചാൽ, ആ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് മൂല വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ സിമെൻറ്റ് ടെക്സ്റ്ററിൻ്റെ പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ മൂല ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് വലിച്ച് ആ സൈഡിൽ നിന്ന് വലിച്ച് അങ്ങനെ വെക്കൽ നടക്കില്ല, പൊട്ടിപ്പോവും. അതുപോലെ ബ്ലേഡിൻ്റെ ഒപ്പം ഇങ്ങനെ എടുത്തു പോരും. ഇതിനങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. മൂലകളൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈക്കൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ നൈസാക്കി ഇങ്ങനെ തടവാനൊക്കെ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചൈ എന്ന് പറഞ്ഞുള്ള രീതിയിലൊന്നും നിൽക്കണില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ലെയർ വലിച്ചിരുന്നേണ്ട. സെക്കൻഡ് ലെയർ വലിച്ചിരുന്നാൽ സിമെൻറ്റ് ടെക്സ്റ്റർ വേണോ അല്ല എന്നല്ല കേട്ടോ, ചുമ്മാ വലിച്ചിട്ടാണ്. ബ്ലേഡിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ അടിപൊളിയുള്ള പ്രൊഡക്റ്റാണ്. അതാണ് നമുക്ക് വേണ്ടത്. ബ്ലേഡ് മാറ്റി മടുത്ത്, ബ്ലേഡിൽ ഒട്ടിപ്പിടിച്ചാൽ പോകില്ല. അപ്പോൾ നമുക്ക് പണിയുടെ അടുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ബ്ലേഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അംശം ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വലിക്കുമ്പോൾ അതൊരു വര പോലെ വീഴും. ഇതിനങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. അത് ഞാൻ എടുത്ത് കാണിച്ചത് അതുകൊണ്ടാണ്. പിന്നെ നല്ല രീതിയിൽ സെക്കൻഡ് ലെയർ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ ലാസ്റ്റ് കോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൂസാക്കിയിട്ട് വെറുതെ വലിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇതിന് ആ ഒരു സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ അവർ നമുക്ക് പറഞ്ഞ ആപ്ലിക്കേഷൻ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് സെക്കൻഡ് ലെയറാണ് ഇട്ടത്. ടോട്ടലി പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് തീർക്കുക, നിങ്ങളെ കാണിക്കുക എന്നുള്ള രീതിയിലായതുകൊണ്ട് പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഫിനിഷിങ് നോക്കി, നമ്മൾ ആ തുളയും കാര്യങ്ങളൊക്കെ ഉണ്ടായ ആ ഒരു കിണറാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ നിന്ന് നോക്കി വല്ലതും കാണുന്നുണ്ടോ? ഫിനിഷ് ചെയ്ത് അതൊന്നും തൊട്ട് നോക്കിയിട്ടില്ലേ? അതും ഈ ഒരു ഡി സിമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താ? തൊട്ട് നോക്കുമ്പോൾ ഇല്ലേ, നല്ല സ്മൂത്ത് അല്ലേ? പ്രൊജക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വർക്ക് സെറ്റാക്കി തന്നത് നമ്മുടെ സിബി മച്ചാനാണ്. അപ്പോൾ സിബി മച്ചാൻ്റെ സൈറ്റിൽ തന്നെയാണ് നമ്മൾ ചോദിച്ചാൽ, പുള്ളിനോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ, പുള്ളി സിമെൻറ്റ് ടെക്സ്റ്ററൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത ഒരു അഭിപ്രായം ചോദിച്ചാണ്. പിന്നെ ലാസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്സാണ്. സ്പോഞ്ചിന് വാഷ് ചെയ്യണ വാക്സും റോളർ വാക്സും ഏത് വാക്സ് കൊണ്ടും ഉപയോഗിക്കാം. സ്പോഞ്ച് വാഷിംഗ് ആണെങ്കിൽ ഇച്ചിരിയും കൂടിയും അടിപൊളിയായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വാക്സ് ചെല്ലുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ മൊത്തത്തിൽ കാണിക്കുന്നത്. വാക്സ് ചെല്ലുമ്പോൾ വേറൊരു ലെവലായിട്ട് കിട്ടും. അപ്പോഴാണ് ഈ പാറ്റേൺസിൻ്റെ ആ ഒരു ഭംഗിയും പാറ്റേൺസൊക്കെ എങ്ങനെയാണ് കിടക്കണത് എന്നുള്ളത്. ഇതൊരിക്കലും സിമെൻറ്റ് ടെക്സ്റ്ററായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. സിമെൻറ്റ് ടെക്സ്റ്റർ വേറൊരു പ്രൊഡക്റ്റ്, ഇതൊരു വേറൊരു പ്രൊഡക്റ്റ്, ഇത് വേറൊരു ഡിസൈൻ, അതൊരു വേറൊരു ഡിസൈൻ. പുട്ടിടാത്ത വാളിൽ നമുക്കൊരു സിമെൻറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സൈഡിലോട്ട് നോക്കി, അടിപൊളിയായിട്ടില്ല. ആ തുളകളും കാര്യങ്ങളൊക്കെ പോയിട്ട് വേറൊരു ഫീലായിട്ടില്ല. സിമെൻറ്റ് ടെക്സ്റ്റർ അല്ല ഇത്. അപ്പോൾ ഇതൊരു മാരകമായ അടിപൊളി പ്രൊഡക്റ്റായി പോയി. ഇനി പുട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സിമെൻറ്റ് എഫക്റ്റ് മിസ് ചെയ്യേണ്ട. നമുക്ക് പുട്ടിയിടാത്ത വാളിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.